നഗരവീതിയിലൂടെ ഒരു ഘോഷയാത്ര പോകുകയായിരുന്നു. അടുത്തുള്ള ക്ഷേത്രത്തിലെ ദിവ്യ വിഗ്രഹം കഴുതപ്പുറത്ത് എഴുന്നള്ളിക്കുകയായിരുന്നു. തെരുവിന് ഇരുവശത്തും ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുമുണ്ട്. അവർ ദിവ്യ വിഗ്രഹത്തെ ഭക്തിപൂർവം തൊഴുതുകൊണ്ടാണ് നിൽക്കുന്നത്. പാവം കഴുത അത് വിചാരിച്ചു, ഇത്രയും ജനങ്ങൾ തന്നെയാണ് തൊഴുന്നതെന്ന്. ഇത്രയും നാളും യജമാനിൽ നിന്ന് കഷ്ടപ്പാടും അവഗണനയും സഹിച്ച തന്നെ ആരാധിക്കാനും ബഹുമാനിക്കാനും ഇത്രയധികം ആളുകളോ? തന്നെ ഇത്രയും നാൾ ഇയാൾ പറ്റിക്കുകയായിരുന്നു. കഴുതയുടെ മനസ്സിൽ അഹങ്കാരം വളർന്നു. കഴുതയുണ്ടോ പിന്നീട് അനങ്ങുന്നു. കഴുത നിന്നിടത്ത് നിന്ന് ഒരടി പോലും മുന്നോട്ട് വച്ചില്ല. കഴുതയുടെ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ യജമാനന് കാര്യം മനസ്സിലായി. അയാൾ ആ ജന്തുവിനെ നല്ല പോലെ പ്രഹരിച്ച ശേഷം പറഞ്ഞു, വിഡ്ഢി, നിന്നെയല്ല ഇവർ തൊഴുന്നതും ആരാധന നടത്തുന്നതും നിന്റെ പുറത്തിരിക്കുന്ന ദിവ്യ വിഗ്രഹത്തെയാണ്. നടക്ക് വേഗം. കഴുത കരഞ്ഞുകൊണ്ട് അടിയുടെ വേദനയോടെ വീണ്ടും നടന്നു തുടങ്ങി. നിരർത്ഥകമായി അഹങ്കരിക്കുന്നവർ വിഡ്ഢിവേഷം കെട്ടുന്നു.